ബ്രൈറ്റൺ 2 മാൻ യുണൈറ്റഡ് 1 ഡിസപ്പോയിന്റിങ് റിസൾട്ട് എന്നല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ആ ഗോള് കൺസിഡർ ചെയ്ത രീതി, അതിപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാക്ക് പോസ്റ്റ് ഡിഫെൻഡ് ചെയ്യുന്ന ഡിഫൻഡേഴ്സ് എവിടെ, ഏത് വായിലാണ് അവർ പോയി നിൽക്കുന്നത്, എല്ലാവരും ബോൾ വാച്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 2-3 ബ്രൈറ്റൺ പ്ലെയേഴ്സ് പുറകിൽ നിന്നു, ഒരുത്തൻ ചാടി വീണു, ഗോൾ അടിച്ചു. ഇത് വളരെ വളരെ അവോയ്ഡ് ചെയ്യാവുന്ന, വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഡിഫൻസിൽ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഗോൾ കൺസീഡ് ചെയ്തതാണെങ്കിൽ അത് മഗ്വയറിന് ക്ലിയർ ചെയ്ത് കളയാവുന്ന കാര്യമായിരുന്നു. 2 അവോയ്ഡബിൾ ഗോൾസ് എന്ന് തന്നെ പറയാം. പക്ഷേ ഓവറോൾ കളിയിലേക്ക് കഴിയുമ്പോൾ എനിക്ക് ആക്ച്വലി കുറേ പോസിറ്റീവ്സ് ഒക്കെ തോന്നി. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗോൾ കൺസീഡ് ചെയ്ത കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രസ്സായിരുന്നു. നമ്മൾ ബോൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, നമ്മുടെ ഡിഫൻസും മിഡ്ഫീൽഡൊക്കെ വൈഡ് ഓപ്പൺ ആണ്, എല്ലാവരും ഇടിച്ച് കയറി പോകുന്നു, 10-20 ഷോട്ടൊക്കെ എടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ഗെയിമിൽ കൺട്രോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഫസ്റ്റ് ഗോൾ വരുന്നത് വരെ. മാത്രമല്ല നമുക്ക് 1-2 ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഡയലോട്ടിൻ്റെ അരക്കിടിലും ക്രോസ് ചെയ്യുന്നത്. പക്ഷേ ഡയാലോഗ് അത് പോസ്റ്റിലേക്ക് വെക്കാൻ പോലും പറ്റിയില്ല, അത് പുറത്തേക്ക് പോയി. അതിനുശേഷമാണെങ്കിലും ഡയാലോഗി പറയുന്ന പോലെ റാഷ്ഫോർഡിന് പ്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു അവസരം ഉണ്ടായിരുന്നു, അതും പുള്ളി കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ബെറ്റർ ഓപ്പർച്യൂണിറ്റികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ നമുക്ക് ഗോൾ അടിക്കാനുള്ള അവസരം വന്നിട്ട് നമുക്ക് ഈ കളി ജയിച്ചു പോകാമായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഗോൾ വന്നു, അതിനുശേഷമാണ് ഉടനെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി, അത് ഗോൾ കയറി, പക്ഷേ അത് ഓഫ് സൈഡ് ആയി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തീരെ മോശമെന്നൊന്നും പറയാൻ പറ്റില്ല, വി വെർ ഇൻ ഇറ്റ്, അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു എന്ന് പറയാം. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന മൗണ്ടിനെ എടുത്ത് മാറ്റിയതാണ് പണിപാളിയെന്ന് പറയും. ഈ കളിയിൽ ശരിക്കും പറഞ്ഞാൽ ടെൻ ഹാഗിൻ്റെ ഇൻ ഗെയിം സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ എല്ലാം കംപ്ലീറ്റ്ലി പാളി എന്നുള്ളതാണ്. നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന മൗണ്ടിനെ മാറ്റിയിട്ട് സിർക്സിനെ ഇറക്കി. സിർക്സി തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി 9.5 10.5 അങ്ങനെ എന്തോ ഒരു സാധനമാണ് സിർക്സി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ പലപ്പോഴും ഉണ്ടാവില്ല, പുള്ളി ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നാണ് കളിക്കുന്നത്. സിർക്സി അത്യാവശ്യം ഇൻ്റലിജൻസ് ഉള്ള ഒരു പ്ലെയർ പോലെയാണ് തോന്നിയത്. എന്ന് വെച്ചാൽ തുടക്കം തന്നെ അവന് നല്ലൊരു പാസ് ഉണ്ടായിരുന്നു ബ്രൂണോയ്ക്ക് കൊടുത്ത്, പക്ഷേ ബ്രൂണോയ്ക്ക് അത് അടിച്ചു കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ബ്രൈറ്റൺ ആണെങ്കിൽ പിന്നെ നമ്മുടെ മൗണ്ട് പോയതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രസ് കംപ്ലീറ്റ്ലി പോയി. ബ്രൈറ്റൺ ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റികൾ കിട്ടാൻ തുടങ്ങി, ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെൽബക്കിൻ്റെ ഒരെണ്ണം ബാർമ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ബ്രൈറ്റൺ കളിയിലേക്ക് പതുക്കെ വരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പം അതിനുശേഷമാണ് പിന്നെ ഡയാലോയുടെ ഗോൾ വന്നത്. ഡയാലോ ആക്ച്വലി കളിയിൽ ഗോൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഓവറോൾ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാലോയുടെ വന്ന് പോസിറ്റീവായിട്ടുള്ള അറ്റാക്കുകൾ ഉണ്ടായിരുന്നത്, കമൻട്രി തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. ഇവൻ ബാക്ക് പാസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ടേക്ക് ഓൺ ചെയ്യുന്നുണ്ടായില്ല. അതിനുശേഷമാണ് പെട്ടെന്ന് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് അവൻ പോയി അതടിച്ചു. നല്ല ഗോളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ബ്രൈറ്റൻ്റെ ഹൈലൈൻ നമുക്ക് അങ്ങോട്ട് മുതലെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ 2 വിങ്ങേഴ്സും ശോകമായി പോയി. റാഷ്ഫോർഡ് മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ ഗാർനാച്ചോ വന്നിട്ട് അത്യാവശ്യം പോസിറ്റീവായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഗാർനാച്ചോ ഒരു ഗോൾ അടിച്ചതാണ്, അത് ഈ പറയുന്ന പോലെ തന്നെ വാറിപ്പോയി, സിർക്സിയുടെ കാലുമ കൊണ്ടു. അപ്പോൾ അങ്ങനെ അത് ഓഫ് സൈഡായി മാറി. അൺലക്കി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കളി പിന്നെ നമ്മുടെ പഴയ യുണൈറ്റഡ് തന്നെ കുറേ നേരം കണ്ടു എന്നുള്ളതാണ്. ലോങ് ബോൾ FC എന്നുള്ള പോലെ മറ്റോമിനി വന്നു, പിന്നെ അങ്ങോട്ടും ലോങ് ബോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളത് ഡ്രോയിൽ കളി അവസാനിക്കും എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ എപ്പോഴും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പ്രശ്നമാണ്, നമുക്കൊരു കളി തീർക്കാൻ അറിഞ്ഞുകൂടാ. നമുക്ക് എങ്ങനെ ഒരു കളി പിടിച്ചു നിർത്തി അത് റഫാക്കി കളി സ്ലോ ഡൗൺ ചെയ്ത് എങ്ങനെ അവസാനിപ്പിക്കാനുള്ള രീതി നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതും ആ കാര്യം വീണ്ടും ഇവിടെ സംഭവിച്ചു. അങ്ങനെ ഒരാവശ്യമില്ലാത്തൊരു ഗോള് 2-1 നമ്മൾ പൊട്ടി. അപ്പോൾ ഇനി അടുത്ത ആഴ്ച വരുന്ന കളി എന്ന് പറഞ്ഞാൽ ലിവർപൂളായിട്ടാണ്. വളരെ ടഫായിട്ടുള്ള മത്സരമാണ്, ഓൾഡ് ട്രാഫോർഡിലാണ് നടക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടിട്ട് വരുന്ന കളിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കളി തുടക്കത്തിലൊക്കെ തോക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആസ് വി സെഡ്, ഇതൊരു ചിൽ സീസണാണ്. വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.